ഹായ് ഓൾ, ഇന്ന് കിഡോ ക്രോയിൽ ഒരു ബർത്ത്ഡേ വ്ലോഗായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആരുടെ ബർത്ത്ഡേ, എവിടെ വെച്ചാണ് ബർത്ത്ഡേ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഞാനും പിള്ളേരും റെഡി ആയിട്ടോ. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ ഋതുവിൻ്റെ കോസ്റ്റ്യൂം ഋതുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് റെഡിയായി ഇറങ്ങാൻ ഞങ്ങൾ ഇച്ചിരി ഒന്ന് ലേറ്റായി. എന്നിരുന്നാലും ഞങ്ങളെല്ലാവരും റെഡിയായി. എൻ്റെ പേരൻസും ബ്രദറും വൈഫും കുഞ്ഞും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി പോവാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാ എത്തിയിട്ടുണ്ട്. അതെ ഗായ്സ്, ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഹൗസ് ബോട്ടിലാണ്. ഹൗസ് ബോട്ടിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ഹൗസ് ബോട്ടിൽ പോകുന്നത് അത് ഫസ്റ്റ് ടൈം ആട്ടോ. അങ്ങനെ ഫൈനലി നമ്മളവിടെ കേക്കൊക്കെ ആയിട്ട് നമ്മളവിടെ എത്തി. അപ്പം നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി ഞങ്ങളുടെ പണി ഒന്നേന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി കേട്ടോ. ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെക്കറേഷനാണ്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ വന്നു, ഞങ്ങൾ ഡെക്കറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഹൗസ് ബോട്ടിൽ നിന്നുള്ള വ്യൂ അയ്യോ സൂപ്പറാട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്പോട്ട് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താനായിട്ട് ആദ്യം തന്നെ ഒരു സ്പോട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മളവിടെ ബലൂണും ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ഉപയോഗിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങി. ഫൈനലി അങ്ങനെ നമ്മുടെ ആ ഒരു ബർത്ത്ഡേയുടെ സ്പോട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മുടെ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ യാത്ര നമ്മളിനി ഫുഡൊക്കെ കഴിക്കാനൊക്കെയായിട്ട് നമ്മൾ ബോട്ടൊരിടത്ത് നിർത്തി. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കൂടെ നീന്താൻ അറിയാവുന്ന പിള്ളേരൊക്കെ ഇറങ്ങി കേട്ടോ. അവരൊക്കെ നീന്താനായിട്ട് ഇറങ്ങി. കിട്ടിയ സമയം അവരൊക്കെ ഇറങ്ങി. നമുക്കൊന്നും നീന്താൻ അറിയാത്തോട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഫോട്ടോ ഒക്കെ എടുത്തും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ അവരുടെ നീന്തലൊക്കെ കഴിഞ്ഞു. നമ്മുടെ റെയ്ഹൂനും അപ്പം എല്ലാവരും നീന്തുന്നത് കണ്ടപ്പോൾ റെയ്ഹൂനും നീന്തണമെന്ന് തോന്നി. അങ്ങനെ റെയ്ഹൂൻ്റെ മാമ ജസ്റ്റ് ഒന്ന് മുക്കി വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി ഇങ്ങനെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നു. അത്യാവശ്യം അറിയാം, ഹൗസ് ബോട്ടിൽ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നമ്മുടെ നാടൻ ചോറായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നത്. കുറേ കറികളുണ്ടായിരുന്നു. സാമ്പാറും അവിയലും തോരനും കരിമീൻ ഫ്രൈയും അങ്ങനെ കുറേ അച്ചാറ് സാലഡ് അങ്ങനെയൊക്കെ കുറേ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ കുറച്ചുകൂടി യാത്ര തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും ഈവനിങ് ആയപ്പോഴത്തേക്ക് ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചോട്ടോ ഞങ്ങൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 5:30 കഴിഞ്ഞു നമ്മുടെ ആ ഒരു ജേണി കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ഡാൻസും
സത്യം പറഞ്ഞാൽ മെഹറിൻ്റെ ഡാൻസൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഇങ്ങിരുന്നു കേട്ടോ. അങ്ങനെ ആളുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. ഏതാണ്ട് നമ്മൾ നമ്മുടെ എൻഡിങ് പോയിന്റിൽ എത്താറായിട്ടോ, അടുത്ത് കരയ്ക്ക് എത്താറായി. നമ്മുടെ അങ്ങനെ ജേണി ഒക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും അതേപോലെ ഇങ്ങിറങ്ങി. ടൈം പോയതേ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ സൂപ്പറായിരുന്നു. നമ്മൾ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു പോകട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.